സ്കൂൾ അങ്കണത്തിലെ മരമുത്തശ്ശിയും പുസ്തകത്തിനായി സ്കൂൾ ലൈബ്രറിയിലെത്തുന്ന അമ്മമാരും വയനാട്ടിലെ ബത്തേരിയിലുള്ള കുപ്പാടി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പ്രത്യേകതയാണ്. 374ഓളം ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി ഗവൺമെന്റ് യു പി സ്കൂൾ കുപ്പാടിയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിലെ കുപ്പാടി വില്ലേജിലാണ് ഞങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ വിദ്യാലയത്തിന് 75 വർഷം പഴക്കമുണ്ട്. 1933 കിടങ്ങനാടി LP സ്കൂളായി ഞങ്ങളുടെ വിദ്യാലയം ആരംഭിച്ചു. 1980 ഞങ്ങളുടെ വിദ്യാലയം UP സ്കൂളായി മാറുകയും ചെയ്തു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ 964 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്നേഹമായി ഞങ്ങളിൽ വാണിടുന്ന ദൈവമേ, സ്നേഹമായ ദൈവമേ, കൈവണങ്ങിടുന്നിതാ. മാം, നിങ്ങളുടെ സ്കൂളിൽ നിന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, സമൂഹ കൂട്ടായ്മ, ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. അപർണക്കുട്ടി, നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് പഠനാനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കാറുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ മാത്രം തങ്ങി നിൽക്കാതെ പിന്നെയും കുട്ടികളുടെ പഠനാനുബന്ധ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണെന്നാണ് എനിക്കത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ സ്കൂളുകൾ വരുന്നവരെല്ലാം പറയും അവരൊരുപാട് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന്. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്താണ് സംഭവം? പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംഗീത ക്ലാസ്സുകൾ, കവിതാ ക്യാമ്പുകൾ, ശില്പശാലകൾ തുടങ്ങിയ സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ട്. അതെന്തിനാണ് നടത്തുന്നത്? അത് നമുക്ക് പഠിക്കാൻ തന്നെ അല്ലാതെ ഒരുപാട് കാര്യങ്ങളില്ലേ? എങ്കിലും കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. വിഷ്ണു, എന്താണ് ഈ മഷിപ്പേനയിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്? അറിയാമോ മോന്? അറിയില്ല. മഷിപ്പേനയാണോ നിങ്ങളുടെ സ്കൂളിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്? അതാണോ? അതുകൊണ്ടാണോ അങ്ങനെ ഒരു പേരിട്ടതിന്? മോന് കവിത വല്ലതും എഴുതാറുണ്ടോ? കവിത ഇഷ്ടമാണോ? എന്താണ് പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ മോന് ഏറ്റവും ഇഷ്ടമുള്ളത്? പഠനവീട്. എന്താ അത് ഇഷ്ടം തോന്നാൻ കാരണം? ഇഷ്ടമാണ്. റിൻഷ, മോൾക്ക് എന്താണ് നിങ്ങളുടെ സ്കൂളിലെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ടത് നാടൻ പാട്ട് ശില്പശാലയാണ്. ആണ്. നാടൻ പാട്ട് പാടുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ അത് ഇഷ്ടപ്പെട്ടത്? രണ്ടുപേരും പാട്. ഏലപ്പുല ഏലോ ഏലാപ്പുല ഏലോ ഏലപ്പുല ഏലോ ഏലപ്പുല ഏലോ ഏലാപ്പുല ഏലോ. തെക്കുന്ന് വന്നൊരു കാള തെക്കും പുറങ്കാള, ചന്തത്തിൽ മാല ചാർത്തി ചന്തത്തിൽ മാല ചാർത്തി അടണ കളമണിക്കാള. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ടിൻറ്റു മോനോട് ഒരു ദിവസം ടീച്ചർ പറഞ്ഞു, ജീവിതം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ ഉടനെ ടിൻറ്റു മോൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ജീവിതം മാത്രമല്ല, കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഇതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്ന്. അപ്പോൾ കണക്കിൻ്റെ കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അന്നും ഇന്നും. പക്ഷെ നിങ്ങളവിടെ ഗണിതം ലളിതം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തതായിട്ട് കണ്ടു. എങ്ങനെയാണ് അത് കുട്ടികൾക്ക് ലളിതമാക്കി കൊടുക്കുന്നത്? ഗണിതം കുട്ടികൾക്ക് എൻ്റെ ക്ലാസ്സിൽ പൊതുവെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതല്ല പറഞ്ഞത്, ഒരു ഉദാഹരണം പറയൂ. എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ ഗുണന വസ്തുതകൾ പ്രബലനപ്പെടുത്താൻ വേണ്ടി ഞാൻ സാധാരണ ചെയ്യാറുള്ളത്? കുട്ടികളോട് ഇങ്ങനെ തന്നെയാണോ പറയാ? ഗുണന വസ്തുതകൾ പ്രബലനപ്പെടുത്താൻ വേണ്ടി ഒരു കളിയാണ്. വിവിധ തരം കളിയുണ്ട്. അതിൽ ഒന്ന് പല്ലാങ്കുഴി ആടാം എന്നുള്ള കളിയാണ്. മരപ്പലകയിൽ ഒരു 8 കുഴികളാണ്. അതിൽ 4 മഞ്ചാടി ഇങ്ങനെ നിരത്തി വെക്കും. പിന്നെ അതിങ്ങനെ ഓരോന്ന് ഒരു കുഴിയിൽ നിന്നെടുത്ത് ഒരെണ്ണം അങ്ങനെ ഇട്ടു. പിന്നെ അടുത്ത കുഴിയിൽ നിന്നെടുത്ത് 2 ആൾ തമ്മിൽ കളിക്കുന്ന കളിയാണ്. ഒരു കുഴി ഇനി അടുത്തതൊന്ന് ഒഴിഞ്ഞു വന്നാൽ
ഒരു കുഴി ഒഴിഞ്ഞു വന്നാൽ ആ കുഴി തപ്പിയിട്ട് അടുത്തത് മുഴുവൻ വാരും, എന്നിട്ട് സ്വന്തമാക്കാം. അങ്ങനെ അവസാനം സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പിന്നെ ഗുണനാണോ പിന്നെ വേണ്ടത് വെച്ചാൽ അത് ആദ്യം നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ 8ൻ്റെ ആണെങ്കിൽ 8, അപ്പം മോൻ എത്ര പോയിന്റ് കിട്ടി, അല്ലെങ്കിൽ ഇത് എഴുതി വെക്കണം കുട്ടികൾ ഇതിൽ. അപ്പം പിന്നെ ആ ആദ്യം പഠിച്ച പട്ടിക അവർക്ക് ഒന്നുകൂടെ ഇങ്ങനെ ആവർത്തിച്ച് അവർ ചൊല്ലിക്കൊണ്ടിരിക്കും. 1 കിട്ടി, 9, 9 ഈ കിട്ടിയ മഞ്ചാടിക്കനുസരിച്ച്. അപ്പോൾ ഈ ഒരു കളി ഇവർക്ക് വളരെ ഇഷ്ടം. 3:30-ക്ക് ശേഷമാണ് ഞാനിത് കൊടുക്കാറ്. ഇത് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒന്നാണോ? നിങ്ങളുടെ സ്കൂളിൽ മാത്രമാണോ ഇങ്ങനെ ഒരു കളിയുള്ളത്? അതല്ല, ഞാനൊരു പിന്നെ BRCയിൽ ഒരു ക്യാമ്പിന് പങ്കെടുത്തപ്പോൾ അവിടുന്ന് എനിക്ക് ഇതുപോലെ ധാരാളം കളികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം BRCയിലും നമ്മളെ ഡയറ്റിൽ വെച്ചിട്ടായിരുന്നു പാഠ്യപ്രവർത്തനങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. എനിക്ക് വളരെയധികം സഹായമാവുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെ വളരെ ഗുണപ്രദമായ CRCകളാണ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതേ രീതിയിൽ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ തന്നെ OSSനോട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്, അവരതിന് പിന്നെ പരിഹാരം പറഞ്ഞു തരാറുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിൽ മൈക്കില്ലേ? വിഷ്ണു നല്ലോണം ഇങ്ങനെ പിടിച്ച, ഞാൻ പിടിച്ച പോലെ മൈക്ക് പിടിച്ചേ, എന്നിട്ട് ഉറക്ക സംസാരിക്കണം. നിങ്ങൾക്ക് സ്കൂളിൽ ഭക്ഷണം കിട്ടുമോ രാവിലെ? എന്ത് കിട്ടും? പ്രഭാത ഭക്ഷണം കിട്ടുമോ? എന്താണത്? ഉറക്ക പറയണം. പുട്ടാണോ കിട്ടുന്നേ? പുട്ടിന് എന്തായിരിക്കും കറി? സാമ്പാറൊക്കെ. പുട്ടിന് സാമ്പാറാണ്. എല്ലാ ദിവസവും പുട്ടും സാമ്പാറും ആണോ? പിന്നെ 1-2 പ്രഭാത ഭക്ഷണം എന്നോട് പറഞ്ഞേ. ബ്രെഡ്, ഇഡ്ഡലി, ചപ്പാത്തി തരുമോ രാവിലെ? അയ്യോ, രാവിലെ ആരെങ്കിലും വന്ന് ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കുവോ? അതാരാ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന രാവിലെ വന്ന് ഇത്രയും? നിങ്ങൾക്ക് ഈ പ്രഭാത ഭക്ഷണം തരുന്ന PTA ആണോ? ആണോ? ഈ PTA ചേട്ടൻ ഉമ്മർ വരാറുണ്ടോ അവിടെ പ്രഭാത ഭക്ഷണത്തിന്റെ സമയത്ത്? ആരാ ഈ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത്? ടീച്ചേഴ്സാണോ PTAയുടെ ആൾക്കാരാണോ? ടീച്ചേഴ്സ്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും എത്തുമോ? അപ്പൊ ഈ ഉമ്മർ ചേട്ടൻ ഒന്ന് കൊടുത്തേ. അപ്പൊ നിങ്ങൾ ഈ പ്രഭാത ഭക്ഷണം എത്ര വർഷമായിട്ട് കൊടുക്കുന്നു കുട്ടികൾക്ക് അവിടെ? പ്രഭാത ഭക്ഷണം ഇപ്പോൾ 2 വർഷമായിട്ട് കൊടുക്കുന്നു. അത് ഈ പ്രഭാത ഭക്ഷണം കൊടുത്ത കുട്ടികളല്ല. അപ്പൊ എത്ര മണിയാണ് നിങ്ങൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത്? സമയം എന്ന് പറയുന്നത് ഒരു 8:30, 8:45 ആകുമ്പോൾ കുട്ടികൾ ക്ലാസ്സിലെത്തും. പിന്നീട് അവർ 9 മണിയാകുമ്പോൾ ടീച്ചേഴ്സ് വന്നുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഈ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഒരു പ്രകടമായ മാറ്റം ഒരുപാട് മാറ്റം ഉണ്ടായത് എന്താണ്? അതായത് അവരുടെ വീടുകളിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂളിൽ കിട്ടുന്ന ഭക്ഷണം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഈ സ്കൂളിന് ഒരു 5 കിലോമീറ്റർ ഉൾക്കാട്ടുകളിൽ താമസിക്കുന്ന നായ്ക്ക് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഞങ്ങൾ അവിടെ ചെന്ന് 1-2 വീടുകളിലൊക്കെ സന്ദർശിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ ഭക്ഷണം, പ്രഭാത ഭക്ഷണം, അതുപോലെ ഉച്ചഭക്ഷണം, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് പഠന വീട് അങ്ങനെയുള്ള കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും. അതല്ലാതെ കണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ശരിക്കും അവർ വലിയ ഒരു വിഷമത്തിലാണ് അവരവസ്ഥ. അതെ, ഞാനൊന്ന് പറയാൻ, ഈ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമല്ല, നഗരത്തിലൊക്കെ താമസിക്കുമ്പം 7 മണിക്ക് സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളും സ്കൂളിൽ പോയാണ് ആഹാരം കഴിക്കുന്നത്. അവർക്ക് രാത്രി ഭക്ഷണങ്ങൾ കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. ഞാനത് പറയായിരുന്നു. അങ്ങനെ എടുത്തൊരു വിഭാഗത്തെ പറ്റി പറയണ്ട. നമ്മുടെയൊക്കെ മാറുന്ന ജീവിത സാഹചര്യത്തിന്റെ ഒരു ഭാഗമാണ്. അതിരാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്കൂളിൽ പോയി ആഹാരം കഴിക്കേണ്ട സിറ്റുവേഷൻസ് വരും. നിങ്ങളുടെ കുട്ടികളുടെ ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മോളുടെ ഗവേഷണം വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി അല്ലേ? ഊർജ്ജ സംരക്ഷണം എന്ന് വെച്ചാൽ എന്താ? ഊർജ്ജം എങ്ങനെയാ സംരക്ഷിക്കുന്നത്? നമുക്ക് ആനയെ സംരക്ഷിക്കാം, പുലിയെ സംരക്ഷിക്കാം. ഊർജ്ജത്തിനെ എങ്ങനെയാ സംരക്ഷിക്കുന്നത്? നമ്മുടെ വൈദ്യുതി എല്ലാം വളരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആണോ? എവിടെയാ നഷ്ടപ്പെടണേ? വീട്ടിൽ നഷ്ടപ്പെടണുണ്ടോ എവിടെയെങ്കിലും? പൈപ്പിൽ വെള്ളം പോകുന്ന കണ്ടാ അറിയാം വെള്ളം നഷ്ടപ്പെടണമെന്ന്. വൈദ്യുതി നഷ്ടപ്പെടുന്നുണ്ടോ വീട്ടില്? ലൈറ്റുകൾ, അലങ്കാര വിളക്കുകളെല്ലാം പ്രദർശിപ്പിക്കുന്നത് കൊണ്ട്. അതെ, ലൈറ്റ് കത്തുന്നു, വെളിച്ചം കാണുന്നു. പിന്നെ ഇവിടെ നഷ്ടം. ഇവിടെ ഒരുപാട് ലൈറ്റ് ഉണ്ട്, ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ട് ചെലവാക്കുന്നു. അതാരാ ചെയ്യുന്നേ? വീട്ടിലൊക്കെ ചെയ്യാറുണ്ടോ? ആണോ? ആദ്യം ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഊർജ്ജ സംരക്ഷണത്തിന്റെ സർവ്വ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പരമാവധി. നിങ്ങൾ എന്ത് പറയും വീട്ടുകാരോട്? ഞങ്ങൾ വൈദ്യുതി സംരക്ഷിക്കുന്നതിന്റെ 1 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത്?
വീട്ടിലെ ഇങ്ങനെ ആവശ്യമില്ലാതെ ലൈറ്റ് കത്തുന്നത് കണ്ടാലേ മോൾ എന്ത് ചെയ്യും? ഞങ്ങൾ പരമാവധി വീട്ടിൽ CFL ബൾബുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത് ശരി. CFL ആണെങ്കിൽ അനാവശ്യമായിട്ടും കത്തിക്കാമോ? CFL ആവുമ്പോൾ അല്ല, ആദ്യത്തെ ചോദ്യത്തിൽ പോയിട്ടില്ല നമ്മള്. അനാവശ്യമായിട്ട് ലൈറ്റ് കത്തിക്കുന്നത് ഒഴിവാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ബാക്കിയുള്ളവരോട് പറയുന്നത്? ആവശ്യം കഴിഞ്ഞാൽ ഓഫാക്കാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? മോളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? മോളുടെ വീട്ടിൽ എത്ര ലൈറ്റ് ഉണ്ട്? എൻ്റെ വീട്ടിൽ 8 ലൈറ്റ് ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടോ? അപർണ എന്താ ചെയ്യുന്നത് വീട്ടില് വൈദ്യുതി പാഴാക്കാതിരിക്കാൻ? ഞാൻ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുകൾ ഓഫാക്കിയിടും. മാത്രമല്ല വീടുകളിൽ ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്തതും കഴിക്കുന്നതൊക്കെ ഒരേ സമയത്ത് എല്ലാവരും ഒരുമിച്ച്. ഭക്ഷണം പാകം ചെയ്യാൻ എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു കുറ്റി ഗ്യാസ് കൊണ്ട് എത്ര ദിവസം പോകും വീട്ടില്? ഞങ്ങൾ ഒരു മാസം പോകും. അപ്പൊ നിങ്ങൾ ഈ തരത്തില് ഊർജ്ജ സംരക്ഷണം തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് ഇപ്പം എല്ലാം ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അതൊക്കെ അതെ. പക്ഷെ അതുകൊണ്ട് ഗ്യാസ് ഇപ്പോ മുമ്പ് ഒരാഴ്ച കൂടിയൊക്കെ ഗ്യാസ് നീണ്ടു. അപ്പൊ മുമ്പ് 30 ദിവസമായിരുന്നത് ഇപ്പോ 36-37 ദിവസമൊക്കെ ഓടുന്നുണ്ടോ? അതൊക്കെ നിങ്ങളെ കുറിച്ചെടുത്തിട്ടുണ്ടോ? എത്ര ദിവസം ഗ്യാസ്, എന്നാണ് ഗ്യാസ് മാറ്റിയത്, ഗ്യാസ് തീർന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യണം കേട്ടോ, അത് ചെയ്യണം. പിന്നെ വൈദ്യുതിയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ? കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? അത് ഞങ്ങള് കറണ്ട് ബില്ലിലൂടെ. കറണ്ട് ബില്ല് എത്ര വരും മാസം? കറണ്ട് ബില്ലില് ആദ്യമൊക്കെ 120 ഒക്കെ വരുമായിരുന്നു. 120 ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ 86-80 ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ എത്ര കുട്ടികളുടെ വീട്ടിലെ കറണ്ട് ബില്ല് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. നമ്മുടെ ആദിവാസി ഭാഷകള് ഒരുപാടെണ്ണം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാഷാപരമായിട്ടുള്ള, അതായത് പരിസ്ഥിതിക്കിണങ്ങുന്ന ഭാഷ എന്നൊക്കെ പറയുമ്പോൾ, സ്വന്തം ഭാഷ എന്ന് പറയുമ്പോൾ ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു ഭാഷയുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണിതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അത്തരം ഭാഷകളെ കൂടി നിലനിർത്താനും പൊതുസമൂഹത്തിൽ ഉള്ളവർക്ക് കൂടി, അതായത് നമ്മളെവരെ മാറ്റി നിർത്താതെ അവരുടെ ഭാഷയെ കൂടി സ്വീകരിച്ചുകൊണ്ട് ഭാഷാപരമായ ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ഇവയെ നിലനിർത്താനോ ഉള്ള ഏതെങ്കിലും പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അതേക്കുറിച്ച് ടീച്ചറൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞങ്ങളുടെ 13 കോളനികളുണ്ട്. അതിൽ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ SST അംഗങ്ങളും ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ ആദിവാസി വിഭാഗക്കാരുടെ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. അപ്പോൾ അവരും നമ്മളെ കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ട്. ഇപ്പം പഠന വീട്ടിലെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കും. പിന്നെ നമ്മുടെ അധ്യാപകർ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടാറുണ്ട്. അതിനെല്ലാം സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ കലകളുണ്ട്, ഒരു പ്രത്യേക കലകൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനം കുട്ടികളിലൂടെ, ഇപ്പൊ കുട്ടികൾക്ക് അവരുടെ ഭാഷ പോലും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. പിന്നെ പഠന വീട്ടിലൂടെ ഞങ്ങൾ അവരുടെ പാട്ടും പിന്നെ അവരുടെ ഒരു നൃത്തമുണ്ട്, ഒരു പ്രത്യേക നൃത്തമുണ്ട്, ഒരു പ്രത്യേക താളാണത്. അത് രണ്ടും നിലനിർത്തുന്ന ഇപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാം. അത് ഈ വയനാടിൻ്റെ പ്രത്യേകതയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വയനാടിൻ്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? വയനാടിന് എന്തെങ്കിലും പ്രത്യേക പൈതൃകമുണ്ടോ? നിങ്ങളവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? പലരും പുറത്തുനിന്ന് വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഴയ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയാവുന്ന ചിലതൊക്കെ വയനാട്ടിലുണ്ട്. എടയ്ക്കൽ ഗുഹ, അവിടെ എന്താ ഉള്ളത്? പോയിട്ടുണ്ടോ കുട്ടികൾ? പോയിട്ടില്ല. ടീച്ചേഴ്സിനോട് പറയണം, ഇനി അധ്യാപകരോട് പറയണം. ഞങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങോട്ട് യാത്ര നടത്തിയിരുന്നു. പക്ഷേ സുരക്ഷിതത്വം കുറവായതിനാൽ രക്ഷിതാക്കൾ തന്നെയാണ് വേണ്ട എന്ന് പറഞ്ഞത്. അതിനാൽ ഞങ്ങൾക്ക് പോകാൻ അവസരം. പുറത്തു നിന്നുള്ള ധാരാളം കുട്ടികൾ അവിടെ വന്ന് കാണുന്നുണ്ട് എടയ്ക്കൽ ഗുഹയൊക്കെ. എന്നിട്ട് വയനാട്ടുകാർക്ക് എന്താ എത്ര പേടി അവിടെ പോകാനായിട്ട്? ഇനി ഗവൺമെന്റ് UP സ്കൂൾ കുപ്പാടിയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് UP സ്കൂൾ കുപ്പാടിക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ
87 out of 100.